ശരി, ഞാൻ സഞ്ജീവിലേക്ക് ഒരിക്കൽ കൂടി പോകുന്നു. ശ്രീ സഞ്ജീവ്, നമ്മൾ ഈ ലഹരി ഉപയോഗത്തെക്കുറിച്ച് മാത്രമല്ല സംസാരിക്കുന്നത്. പുതിയ ക്യാമ്പസുകളിൽ ഇപ്പോഴും നിർബാധം നമുക്ക് നിയന്ത്രിക്കാൻ കഴിയാതെ തുടരുന്ന അതിക്രൂരമായ റാഗിങ്ങിന്റെ വിവരങ്ങളിലേക്ക് കൂടി, അതിന്റെ ചർച്ചയിലേക്ക് കൂടി നമുക്ക് പോകണം. അവിടെയാണ് അങ്ങ് തുടക്കത്തിൽ സംസാരിച്ചതിൽ നിന്ന് ചെറിയൊരു വിയോജിപ്പുള്ളത്. ഇപ്പോൾ സ്കൂൾ തലത്തിൽ പൊളിറ്റിക്സ് ഇല്ലാത്തത് കൊണ്ടാണ് ഒരു അരാഷ്ട്രീയവും ഒരു അരാജകത്വവും ഒക്കെ നിറഞ്ഞ മനസ്സുമായി പിള്ളേർ ഈ ക്യാമ്പസിലേക്ക് എത്തുമെന്ന് പറഞ്ഞല്ലോ. ക്യാമ്പസിൽ എത്തിക്കഴിഞ്ഞതിന് ശേഷം അവിടെ പൊളിറ്റിക്സിന് പ്രശ്നമില്ലല്ലോ. അവിടെ KSU ഉണ്ട്, അവിടെ SFI ഉണ്ട്, അവിടെ MSF ഉണ്ട്, എല്ലാവരും ഉണ്ട്. എന്നിട്ടും തേർഡ് ഇയർ വിദ്യാർത്ഥിയും ഫൈനൽ ഇയർ വിദ്യാർത്ഥിയുമാണ് താഴെയുള്ള വിദ്യാർത്ഥിയെ. നമ്മൾ ഗാന്ധിനഗർ നഴ്സിംഗ് കോളേജിൽ നിന്ന് കേട്ടത് എന്താണ്? അടുത്ത കാലത്തൊന്നും നമ്മൾ ഇത്ര വലിയ അലോസരപ്പെടുത്തുന്ന, അസ്വസ്ഥതയുണ്ടാക്കുന്ന ഒരു ദൃശ്യവും ഒരു സൗണ്ടും കേട്ടിട്ടില്ല. ആ ജൂനിയർ വിദ്യാർത്ഥിയുടെ കരച്ചിലും പിടച്ചിലും ഇപ്പോഴും നമ്മുടെ മനസ്സിലുണ്ട്. കോമ്പസ് കൊണ്ട് കുത്തിപ്പരിക്കേൽപ്പിക്കുന്നു. ആ രീതിയിൽ പൊളിറ്റിക്സ് ഉണ്ടായിട്ട് പോലും, ഇപ്പോൾ വിദ്യാർത്ഥി സംഘടനകൾ ഉണ്ടായിട്ട് പോലും ക്യാമ്പസുകളിൽ നിർബാധം ഈ തരത്തിലുള്ള റാഗിങ്. അപ്പം ഈ സ്കൂളുകളിൽ പൊളിറ്റിക്സ് ഇല്ലാതെ വരുന്ന വിദ്യാർത്ഥികളെയും അവിടെ എത്തുമ്പോൾ നമുക്ക് ഈ വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങൾക്ക് നേരായ വഴിയിലൂടെ കൊണ്ടുപോകുന്നതല്ലേ ഉള്ളൂ. അപ്പോൾ ഈ ദൗത്യം മറക്കുന്ന വിദ്യാർത്ഥി സംഘടനകൾ തന്നെയാണ് ക്യാമ്പസിൽ ഈ രീതിയിൽ ലഹരി പിടിമുറുക്കുന്നതിന് കാരണമെന്ന് ആരെങ്കിലും കുറ്റപ്പെടുത്തിയാൽ നിങ്ങൾക്ക് നിഷേധിക്കാൻ കഴിയില്ല. അല്ല, അത് നിഷേധിക്കാതിരിക്കാൻ ഒരു നിർവാഹവുമില്ല. കാരണം ദൗത്യം ഞങ്ങൾ ഒരിക്കലും മറന്നിട്ടില്ല. പക്ഷേ പ്രശ്നങ്ങൾ സങ്കീർണമായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഒന്ന്, വിദ്യാർത്ഥി തലമുറകളിൽ വന്നിട്ടുള്ള മാറ്റം അതിവിപുലാണ്. അത് നമ്മൾ കാണാതിരിക്കാൻ കഴിയില്ല. അതെന്നാൽ തലമുറയിൽ വന്നിട്ടുള്ള മാറ്റങ്ങളിൽ കൃത്യമായി ഇടപെടാൻ വിദ്യാർത്ഥി സംഘടനകൾ അതത് കാലത്തിനനുസരിച്ചിട്ടുള്ള ടൂളുകൾ തയ്യാറാക്കിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. നിങ്ങൾ ഈ പറഞ്ഞ പോലെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ കോട്ടയം നഴ്സിംഗ് കോളേജിൽ അവിടെ വിദ്യാർത്ഥി സംഘടനകളായി KSU, MSF, SFI എന്ന നിലയിലുള്ള സംഘടനകളില്ല. പക്ഷേ അവിടെ വിദ്യാർത്ഥി സംഘടനയുടെ ഭാഗമായിരുന്ന ആളുകളും ഇന്ന് മറ്റൊരു വിദ്യാർത്ഥി സംഘടനയുടെ നേതൃത്വത്തിലിരിക്കുന്ന ആളുകളൊക്കെ ഇതിൻ്റെ ഭാഗമായിട്ടുണ്ട്. അപ്പോൾ യഥാർത്ഥത്തിൽ ഉത്തരവാദിത്വം മറക്കുന്നതും സാമൂഹിക പ്രതിബദ്ധത ഇല്ലാത്തതുമായിട്ടുള്ളൊരു തലമുറ എങ്ങനെ ഉണ്ടാകുന്നു എന്നുള്ളതാണ് പരിശോധന. വിദ്യാർത്ഥി സംഘടനകൾ ഒരിക്കലും ഒരു തീരുമാനം അങ്ങനെ ഏതെങ്കിലും ഘട്ടത്തിൽ റാഗിങ് നടത്തേണ്ടതാണ്, അല്ലെങ്കിൽ ഈ മയക്കുമരുന്ന് മാഫിയകൾക്ക് ക്യാമ്പസ് തുറന്നു കൊടുക്കേണ്ടതാണെന്ന് എവിടെയും തീരുമാനിക്കും എന്ന് നമുക്ക് എവിടെയും അങ്ങനെ ഒരു തീരുമാനം ആരും എടുക്കില്ലല്ലോ. പക്ഷെ എന്താ യഥാർത്ഥത്തിലെ വിഷയം? ഈ വിദ്യാർത്ഥികൾക്കിടയിൽ ഈ വരുന്ന അരാജക സ്വഭാവം, ഇതിൻ്റെ കാരണങ്ങൾ എന്ത് എന്നുള്ളത് യഥാർത്ഥത്തിൽ പരിശോധിക്കണം. ഈ അരാജക സ്വഭാവം എവിടെ വരുന്നു? ഗ്യാങ്ങിസങ്ങളിലേക്ക് വിദ്യാർത്ഥികൾ മാറിപ്പോവാൻ കാരണം എന്ത് എന്ന് വെച്ചാൽ, നമുക്ക് തന്നെ ഒരു സ്വയം ശിക്ഷിതമായ ഒരു അച്ചടക്കം ഇല്ലാത്തൊരു ജീവിതത്തെ നമ്മൾ ഇന്ന് വളരെ ഫാഷൻ സ്റ്റേറ്റ്മെൻറ്റായി കാണുകയാണ്. ജീവിതത്തിൽ ഒരു ക്രമവുമില്ലാതെ നമുക്ക് തോന്നുന്നത് പോലെയൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന ഒരു ജീവിതക്രമം, അങ്ങനെയൊന്നും ഇല്ലാത്ത ഒരാളായി മാറുക എന്നത് ഒരു ഫാഷൻ സ്റ്റേറ്റ്മെൻറ്റായി പലപ്പോഴും അവതരിപ്പിക്കപ്പെടുകയാണ്. അതിനെ നോർമലൈസ് ചെയ്യുകയാണ്. ഇതിനെ നോർമലൈസ് ചെയ്യുന്ന ഒരു കൂട്ടം വിദ്യാർത്ഥികൾ ക്യാമ്പസിൽ മെജോറിറ്റിയായി മാറിയാൽ എന്ത് ചെയ്യും? അവിടെ എങ്ങനെയാണ് വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനം കൊണ്ടുപോകുമ്പോൾ അതിന്റെ ഉദാഹരണങ്ങൾ ഉണ്ടെന്നേ. ക്യാമ്പസിന്റെ മെജോറിറ്റി ആയിട്ട് ക്യാമ്പസിൽ എന്ത് അക്രമം കാണിച്ചാലും ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ ഏതെങ്കിലും വിദ്യാർത്ഥി സംഘടനയിൽ അംഗത്വം ഉണ്ടെങ്കിൽ അവർ സംരക്ഷിച്ചുകൊള്ളും എന്ന വ്യക്തമായ ബോധ്യമുണ്ടെന്ന് ഇപ്പോഴത്തെ പിള്ളേർക്ക്. ഒരിക്കലുമില്ല. അങ്ങനെയൊന്നും ആരും സംരക്ഷിക്കാൻ പോകുന്നില്ല. അത് നിങ്ങളുടെ തെറ്റായ ധാരണയാണ്. എങ്ങനെയാണ് ഒരു വിദ്യാർത്ഥി സംഘടനക്ക് അങ്ങനെയുള്ള തെറ്റായ പ്രവണതയെ സംരക്ഷിക്കാൻ കഴിയുക? ഈ ഉത്തരവാദിത്തപ്പെട്ട ഒരു വിദ്യാർത്ഥി സംഘടനക്ക്, അതിപ്പോൾ SFI എന്ന നിലയിൽ SFIയുടെ സംസ്ഥാന സെക്രട്ടറിയായ ഞാൻ നിങ്ങൾ ആ പറഞ്ഞ സ്റ്റേറ്റ്മെന്റിൽ എന്ത് ശരിയാണുള്ളത്? ഏത് വിദ്യാർത്ഥി സംഘടന അത് സംരക്ഷിക്കും? അവർ സാമൂഹ്യ പ്രതിബദ്ധതയുള്ളവരാണോ? സമൂഹത്തോട് എന്ത് കമ്മിറ്റ്മെന്റാണ് പിന്നെ അവർ വെച്ച് പുലർത്തുന്നത്? ഒരിക്കലും അത് സംരക്ഷിക്കാൻ അനുഭവങ്ങൾ തന്നെ തെറ്റായ പ്രവണതകൾ ഉണ്ടാവും. ഇപ്പോ SFIയുടെ തന്നെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ നിങ്ങളുടെ ഇപ്പോൾ പുതിയ കമ്മിറ്റിയിൽ തന്നെയുള്ള ഒരു ഭാരവാഹി നേരത്തെ റാഗിങ്ങിനിരയായ വിദ്യാർത്ഥിയെ വിളിച്ച് ഫോണിൽ ഭീഷണിപ്പെടുത്തുന്നതിന്റെ ശബ്ദ സന്ദേശം മീഡിയ വൺ തന്നെ പുറത്തുവിട്ടത് 2 ആഴ്ചകൾക്ക് മുൻപാണ്. അദ്ദേഹം തന്നെ അത് കഴിഞ്ഞുള്ള റാഗിങ് ചർച്ചയിൽ വന്ന് ഘോരഘോരം റാഗിങ്ങിനെതിരെ വാദിക്കുന്നത് നമ്മൾ തന്നെ കേട്ടതാണ്. ഞാൻ കുറ്റപ്പെടുത്തുകയല്ല. അപ്പോൾ നമുക്കിതിനകത്ത് റാഗിങ്ങിനെതിരെ നമുക്ക് ചെയ്യാനുണ്ട്. ഈ കുട്ടികളിൽ അക്രമവാസന വളർന്നു വരുന്നതിനെ തടുക്കാനോ നിയന്ത്രിക്കാനോ ഈ നേതൃത്വത്തിന് കഴിയും. അപ്പോൾ ആ രീതിയിലുള്ള ഒരു ക്രിയേറ്റീവായ അല്ലെങ്കിൽ കാര്യക്ഷമമായ
ഇടപെടൽ നമ്മുടെ നേതൃത്വത്തിൽ നിന്നുണ്ടാകുന്നില്ല എന്നുള്ളൊരു വിമർശനം പലതരത്തിൽ ഉയരുന്നുണ്ടെന്ന് സൂചിപ്പിച്ചു എന്ന് മാത്രം. അല്ല, ബഹുമാനപ്പെട്ട മാധ്യമ പ്രവർത്തകൻ, ഇപ്പോൾ റാഗിംഗ് കേസുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന മറ്റൊരു വശം കൂടി ഞാൻ നിങ്ങളോട് പറഞ്ഞുതരാം. ഇപ്പോൾ ഉത്തരവാദിത്തപ്പെട്ട വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനത്തിന്റെ ഭാഗമായി ഏതെങ്കിലും തരത്തിൽ ഒരു അഭിപ്രായ വ്യത്യാസം ഒരു ജൂനിയർ സീനിയർ വിദ്യാർത്ഥികൾ തമ്മിൽ രൂപപ്പെട്ടാൽ, അവിടെ എന്തെങ്കിലും തരത്തിൽ ഒരു ചെറിയ ഉന്തും തള്ളുണ്ടായാൽ നേരെ പോയിട്ട് ഫയൽ ചെയ്യുക റാഗിംഗ് കേസാണ്. അങ്ങനെയും മറ്റൊരു ഭാഗം കൂടി അതിൻ്റെ അകത്തുണ്ട്. അപ്പോൾ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെ നേതാക്കന്മാരൊക്കെ റാഗിംഗ് കേസിലെ പ്രതികളാണെന്ന് വരുത്തി തീർക്കാനുള്ള ഒരു അജണ്ട അതിൻ്റെ അകത്ത് വർക്ക് ചെയ്യും. നിങ്ങൾ ഇങ്ങനെയൊന്നല്ല ഇതിനെ കാണേണ്ടത്. യഥാർത്ഥത്തിലെ വസ്തുത നമ്മൾ മനസ്സിലാക്കണം. വിദ്യാർത്ഥികളെ റാഗ് ചെയ്യുന്ന ഇത്രമേൽ മനുഷ്യത്വ വിരുദ്ധമായ ഒരു പ്രവണതയോട് ഒരിക്കൽ പോലും SFI പോലത്തെ ഒരു സംഘടനക്ക് ഐക്യപ്പെടാൻ കഴിയില്ല. ഞാൻ വിശ്വസിക്കുന്നില്ല മറ്റേതെങ്കിലും സംഘടന ഐക്യപ്പെടുന്നു. അങ്ങനെ ഒരു നിലപാടുമില്ല. ലീഡർഷിപ്പിൽ ആളുകൾ അതിന് അംഗീകരിക്കുന്നു. ഇപ്പോൾ കാലിക്കറ്റ് സർവകലാശാലയിലെ നേതാവിൻ്റെ നിങ്ങൾ ഉദ്ദേശിച്ച കാര്യം എനിക്ക് മനസ്സിലായി. പക്ഷെ അതൊക്കെ പൂർണ്ണമായും തെറ്റാണെന്ന് നിങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകൾ മനസ്സിലാക്കണം. അത്തരത്തിലുള്ള റാഗിംഗ് ഒന്നും സംഘടിപ്പിക്കാൻ ഒരു ഘട്ടത്തിൽ പോലും ഒരു വിദ്യാർത്ഥി നേതാവും തയ്യാറാവുമെന്ന് ഞാൻ കരുതുന്നില്ല. നമുക്ക് എല്ലാവർക്കും ഒന്ന് ചേർന്നുകൊണ്ട് ഇതിനെ എങ്ങനെ ഈ വിപത്തിനെ നേരിടാം എന്നുള്ള ഒരു ചർച്ചയിലേക്ക് തന്നെയാണ് നമ്മൾ പോകേണ്ടത്. സ്വാഭാവികമായിട്ടും അതിലൊരു ക്രിയാത്മകമായ പങ്ക് വഹിക്കാൻ വിദ്യാർത്ഥി സംഘടനകൾക്ക് കഴിയുമെന്നുള്ളതാണ്. ഷമാസിന് എന്തെങ്കിലും കൂട്ടിച്ചേർക്കാനുണ്ടെങ്കിലാവാം. ഞങ്ങൾക്ക് അതിലൊരു ടേക്ക് ഉണ്ട്. ഷമാസ് സൂചിപ്പിച്ച ചില കാര്യങ്ങളിൽ എന്തുണ്ട്, ഇപ്പൊ SFI ഉൾപ്പെടെ വലിയ ആത്മാർത്ഥയോടുകൂടി തന്നെ ഈ വിഷയത്തിൽ പ്രതികരിക്കുന്നതിൽ സന്തോഷം കൂടെ ഞാൻ പങ്കുവെക്കുന്നതോടൊപ്പം തന്നെ ചില ആശങ്ക കൂടെ പങ്കുവെക്കാനാണ്, ഒരു രാഷ്ട്രീയ ആരോപണത്തിന്റെ പേരിലല്ല. സജീവ് തുടക്കത്തിൽ സൂചിപ്പിച്ചത് ഈ സ്കൂളുകളിൽ നിന്ന് ഉൾപ്പെടെ വളർന്നു വരുന്ന വാർന്നെടുക്കുന്ന അല്ലെങ്കിൽ രാഷ്ട്രീയത്തിന്റെ ഒരു അഭാവമൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞു. എന്നാൽ ഇപ്പൊ താങ്കൾ നേരത്തെ പറഞ്ഞ കോട്ടയം ഗവൺമെന്റ് നഴ്സിംഗ് കോളേജിലെ വിഷയവുമായി ബന്ധപ്പെട്ട് റാഗിംഗ് ഒരു വലിയ പ്രതിസന്ധിയായി ചർച്ച ചെയ്യപ്പെട്ടിരിക്കുന്ന കാലഘട്ടത്തിൽ തന്നെയാണ് ആ റാഗിങ്ങിന് നേതൃത്വം വഹിച്ചൊരു വിദ്യാർത്ഥി, ഈ പറഞ്ഞ സീനിയർ വിദ്യാർത്ഥി, ഈ പറഞ്ഞ SFIയുടെ എല്ലാ പാരമ്പര്യത്തോടും കൂടി SFIയുടെ യൂണിറ്റ് കമ്മിറ്റിയിൽ തുടങ്ങി ലോക്കൽ കമ്മിറ്റി, ഏരിയ കമ്മിറ്റി, അങ്ങനെ വ്യത്യസ്ത തലങ്ങളിൽ പ്രവർത്തിച്ചു വന്ന ഒരു പാരമ്പര്യമുള്ള ആ SFI വാർത്തെടുത്ത ഒരാൾ തന്നെയായിരുന്നു. ആ അദ്ദേഹത്തിന്റെ ഭാഗത്ത് തന്നെയാണ് ഇത്തരം ഗുരുതരമായൊരു വിഷയം ഉണ്ടായതെന്ന് സാന്ദർഭികമായി ചൂണ്ടിക്കാണിക്കുന്നത് മാത്രം. എന്ത് തന്നെയായാലും എന്തൊക്കെ രാഷ്ട്രീയപരമായ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിലും സർക്കാരിന് ഈ വിഷയത്തിലുള്ള പങ്ക് അത് ഇത്രയധികം ലാസലഹരി ഉൾപ്പെടെ നമ്മുടെ സംസ്ഥാനത്ത് ഒഴുകുമ്പോൾ, ക്യാമ്പസുകൾ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുമ്പോൾ സംസ്ഥാനത്തെ പോലീസ് സംവിധാനവും എക്സൈസ് സംവിധാനവും എല്ലാം ഒരു പരാജയമായി നിലനിൽക്കുന്ന യാഥാർത്ഥ്യ ബോധത്തോടു കൂടി തന്നെ അതിനെതിരെ കൂടെ ശബ്ദിക്കാൻ വിദ്യാർത്ഥി സംഘടനകൾ രാഷ്ട്രീയത്തിന് അപ്പുറത്തേക്ക് കടന്നു വരണം. സർക്കാർ ഈ വിഷയത്തിൽ പൂർണ്ണമായും രാഷ്ട്രീയത്തിന് അതീതമായി പരസ്പരം പഴിചാരലുകൾക്ക് അപ്പുറത്തേക്ക് തോളോട് തോൾ ചേർന്ന് നമ്മൾ ഇന്ന് കേരളത്തിന് പിടികൂടിയിരിക്കുന്ന ഈ സാമൂഹ്യ വിപത്തിനെതിരെ പോരാടണം, അതിനെതിരെ ഒത്തൊരുമയോടെ പ്രവർത്തിക്കണം. അത് തന്നെയാണ് ഇന്നത്തെ ചർച്ചയും ലക്ഷ്യമിടുന്നത്. എന്തായാലും